നിലമ്പൂരിൻ്റെ ഐഡന്റിറ്റി തന്നെയാണ് നിലമ്പൂർ ആയിഷ എന്ന് പറയാം. കേരളം കണ്ട മഹതിയായ കലാകാരി, വാർദ്ധക്യകാല അവശതകൾക്കിടയിലും വളരെ വളരെ സജീവമാണ്. നമുക്ക് ഓർക്കാൻ ഏറെയുള്ള വലിയ കലാസഭരയുടെ പാരമ്പര്യം അവർക്കുണ്ട്. ഞാൻ നിലമ്പൂർ ആയിഷയുടെ വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്, ആയിഷത്തെ ഒന്ന് കാണാൻ എന്ന് വിചാരിക്കുന്നു. ആയിഷത്തെ നമസ്കാരം. ഞാനങ്ങ് വരുന്നു. മഴയൊക്കെയാണ്, ഉഷാറല്ലേ? എങ്ങനെ ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഓ തീർച്ചയായിട്ടും. സ്വരാജല്ലേ, സ്വരാജാണ് ഞങ്ങളെ രക്ഷകൻ. അവൻ വരട്ടെ, അവൻ വരട്ടെ എന്നുള്ളതാണ്. വരട്ടെ, അവൻ വന്നാൽ ഞങ്ങൾക്കൊരു നൃത്തമുണ്ട് ഇവിടെ. ഈ പ്രായത്തിലും ഈ നല്ല ചൂടിനൊരു കുറവില്ലല്ലോ. അതില്ല, അതാണ് എൻ്റെ ഒരു ഭാഗ്യം. ദാഹം കൊണ്ട് എനിക്ക് ശക്തിയില്ലെങ്കിലും എൻ്റെ ശബ്ദം കൊണ്ട് എനിക്ക് ശക്തിയില്ല. ഈ പണ്ട് കാലത്തൊക്കെ സിനിമയിലും നാടകത്തിലും ഒക്കെ, സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഇപ്പൊ നാടകത്തിലൊക്കെ സജീവമായിരിക്കുമ്പോൾ വെടിയുണ്ട തന്നെ വന്നിട്ടുണ്ട്. ഭാഗ്യത്തിന് തറച്ചിട്ടില്ലാത്ത ആളാണ് ഞാൻ. അതെ, അത് വരുമ്പം ഞാനൊരു ഡയലോഗ് പറഞ്ഞ് മൂവ് ചെയ്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു തആല എനിക്ക് ഇനിയും കൊല്ലങ്ങൾ വെച്ചിട്ടുണ്ട്. അതാണ്, അല്ലെങ്കിൽ ഞാൻ 14 വയസ്സിലോ 16 വയസ്സിലേ മരിച്ചു. ഇത്രയും കാലം കലാരംഗത്ത് നിന്നു, ഇടയ്ക്കിടവേളകളൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഇപ്പൊ നിലമ്പൂർ ഇലക്ഷൻ വരുമ്പോൾ ഒരുപാട് പേര് നിലമ്പൂരേക്ക് വരികയാണ്. എല്ലാവരും കാണാനൊക്കെ വന്നോ? എല്ലാവരും കാണാൻ വന്നു. എത്ര ആളാണ്? ഇന്ന് തന്നെ കുറേ ആളുകൾ വന്നു. സ്ത്രീകളൊക്കെ ഒന്നായിട്ട് വരികയാണ്, പുരുഷന്മാരും അതേപോലെ വരുന്നുണ്ട്. അങ്ങനെ എത്രയോ ആളുകൾ വരുന്നുണ്ട്. ഈ പണ്ടൊക്കെ കലാരംഗത്ത് പ്രവർത്തിക്കാനൊക്കെ വരുന്ന ആളുകളെ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു, അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരുപാട് ആളുകൾ കലാരംഗത്തേക്ക്, സ്ത്രീകൾ വരുന്നുണ്ട്, അവരൊക്കെ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ടോ? സന്തോഷം. അത് കാണുമ്പോൾ എനിക്ക് സന്തോഷം. അവർ നല്ലോണം, അവർക്ക് ജീവിക്കണമെങ്കിൽ അവർക്ക് വേറെ ജോലി ചെയ്യണമെങ്കിൽ പോലും എങ്കിലും എനിക്ക് സന്തോഷമാണ് ആ കാര്യത്തിൽ. കാലം മാറി ഒരുപാട് അല്ലേ? കാലം മാറി, കോലം മാറി. അതാണ് എൻ്റെ ജ്യേഷ്ഠൻ എഴുതിയിരുന്നു, മാനു മുഹമ്മദ്. കണ്ടില്ലേ 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 കോലം കോലം മാറിപ്പോയെ എന്നിട്ടുള്ളൊരു പാട്ടൊക്കെ പാടിയിരുന്നു. പഴയ പാട്ടുകൾ, വിപ്ലവ ഗാനങ്ങളൊക്കെ ഓർമ്മയുണ്ടോ? ഇപ്പോഴും ഓർമ്മയുണ്ടോ? അത് ചിലതൊക്കെ ഓർമ്മയുള്ളൊരു പാട്ടങ്ങ് പാടിയാലോ? അതിനേക്കാൾ ഒക്കെ എനിക്ക് പാടാൻ ഓർമ്മ വരുന്നത് ചെറുപ്പകാലത്ത് ഞങ്ങൾ എൻ്റെ വീട്ടിലിരുന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പാടുന്ന പാട്ട്. എൻ്റെ ഉമ്മ പാടുന്ന പാട്ടായിരുന്നു ഹിന്ദിയിലുള്ളത്. തുക്രാക്കി മുജേ ജാനേ വാലേ ദൂനെ അർമാനോ കി ദുനിയാ ലൂട്ടിലി മുസ്കുരാനെ വീണ ഫായിദീത്ത മന്നാലൂട്ടിലി ഹായി ദുനിയാലൂട്ടിലി. അത് തകർത്തു. അപ്പോ എല്ലാ സന്തോഷവും കാണാൻ പറ്റില്ല. നിലമ്പൂർ വന്നിട്ട് ആയിഷാത്തനെ കാണാതെ നമ്മൾ എന്തായാലും മടങ്ങാനും പറ്റില്ലല്ലോ. സന്തോഷം, വളരെ സന്തോഷം കണ്ടത്.